കാലം പോയി പോക്കേ. പണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുക മെയിനായിട്ട് ഈ കൈ നോക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കൈ കാണിച്ചിട്ടൊന്ന് കൈ നോക്കിക്കും. അപ്പം ഞാനും അതുപോലെ ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു ChatGPT ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ കൈയിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു. അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അതിനുശേഷം എൻ്റെ വൈഫിൻ്റെ പിന്നെ കൈയിൻ്റെ ഫോട്ടോ എടുത്തു പാമ്പിൻ്റെ റീഡിങ് കാണാൻ വേണ്ടിയിട്ട് അതും അപ്ലോഡ് ചെയ്തു. അപ്പോൾ ChatGPT എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അത് രണ്ടും മാച്ച് ചെയ്തിട്ട് നമ്മുടെ ബിഹേവിയറിൽ നമ്മുടെ ക്യാരക്ടറിൽ എന്ന പേഴ്സണാലിറ്റിയിൽ എവിടെ എന്തൊക്കെ ചേഞ്ച് വരുത്തണമെന്നും നമ്മുടെ ഫാമിലി ലൈഫിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നും അവരുടെ കഴിവുകൾ എന്താണെന്നും അപ്പോൾ എനിക്കത് ഭയങ്കര വലിയൊരു ഇൻഫർമേഷനായി തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഉപകാരപ്പെടും തോന്നുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 100% ശരി എന്നല്ല കേട്ടോ. ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ChatGPT ഓപ്പൺ ചെയ്യും. എൻ്റെ ഫോണിൽ ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ChatGPT ഓപ്പൺ ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് കൈയുടെ. അതിൻ്റെ കൂടെ ഞാൻ മലയാളത്തിൽ ആക്ട് ആസ് എ നമ്പർ 1 പാം റീഡർ ഇൻ ദ വേൾഡ് ആൻഡ് ഗീവ് മീ ഡീറ്റെയിൽസ് ഇൻ മലയാളം അതിൻ്റെ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ മലയാളം വേണ്ടെങ്കിൽ ഇംഗ്ലീഷ് മതിയെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നിന്ന് വരുന്ന ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഡീപ്പായിട്ടുള്ള അറിയണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. അത് നമുക്ക് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ ഗൂഗിൾ ടെക്സ്റ്റ് മലയാളമൊക്കെ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.